ഇൻസ്റ്റാഗ്രാം പാർട്ണർഷിപ്പ് ആഡിലേക്ക് ഒരു കൊളാബറേഷന് വേണ്ടി ഒരു കമ്പനി അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ കാറ്റഗറിക്ക് അനുസരിച്ച് വേണം നിങ്ങൾ അവരെ സമീപിക്കുക. എങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പാർട്ണർഷിപ്പ് ആഡ് കിട്ടുന്നത്, ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത്, ഇതിൽ നിന്ന് നമുക്ക് എത്ര രൂപ ഒരു മാസം സമ്പാദിക്കാൻ പറ്റും? വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മെന്റ് നാസിമാണ്. ഇൻസ്റ്റാഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്ത ആളുകൾക്ക് മോണിറ്റൈസേഷൻ സെക്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിൽ പാർട്ണർഷിപ്പ് ആഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ഇതേപോലെ കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്, എന്താണ് പാർട്ണർഷിപ്പ് ആഡ്, ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുമോ, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പാർട്ണർഷിപ്പ് ആഡ് എന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് എങ്ങനെ നേടാം, അതേപോലെ തന്നെ ഇതിന്റെ ക്രൈറ്റീരിയ എന്താണ്, ഇതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അധികം വൈകിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം പാർട്ണർഷിപ്പ് ആഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇൻസ്റ്റാഗ്രാമിൽ പല പല ബ്രാൻഡുകൾ, കമ്പനികൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ ഒരു കമ്പനികളും ക്രിയേറ്റേഴ്സ്, അതായത് നമ്മളും തമ്മിലുള്ള ഒരു പരസ്യ സഹകരണമാണ്, ഒരു അഡ്വർടൈസ്മെന്റ് സിസ്റ്റമാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ് കൊണ്ട് ഇൻസ്റ്റാഗ്രാം ഉദ്ദേശിക്കുന്നത്. കൂടുതലായിട്ട് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഉൽപ്പന്നങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ് വിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള വിശ്വാസ്യത ഫോളോവേഴ്സിന് ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം പാർട്ണർഷിപ്പ് ആഡ് എങ്ങനെയാണ് വർക്ക് ആകുന്നത് നോക്കാം. ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഒരു പ്രൊഡക്റ്റ് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ണർഷിപ്പ് ആഡ്സ് ആയിട്ട് നമുക്ക് തന്നു കഴിഞ്ഞാൽ, നമ്മളെ ക്രിയേറ്റേഴ്സ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ പോസ്റ്റ്, റീല്, ഇതിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നു. കമ്പനി എന്താണോ പറയുന്നത് ആ ഒരു കാര്യം നമ്മുടെ ഫോളോവേഴ്സിലേക്ക് നമ്മൾ ഒരു വീഡിയോ ത്രൂ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ആയിട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലാണ് പാർട്ണർഷിപ്പ് ആഡ് വർക്ക് ചെയ്യുന്നത്. ക്രിയേറ്റേഴ്സ് ഇടുന്ന ഈ ഒരു പോസ്റ്റിൽ ഇത്തരത്തിലുള്ള പല ഡിസ്കൗണ്ട് കൂപ്പണുകളും കോഡുകളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതുവഴി നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഡിസ്കൗണ്ട് കിട്ടുകയും ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു പരസ്യം ഇടുന്നതിന്റെ ബെനിഫിറ്റ് ആയിട്ട് ക്രിയേറ്റേഴ്സിന് ബ്രാൻഡുകൾ ക്യാഷ് നൽകുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ് വർക്ക് ആകുന്നത്. ഇനി എല്ലാവർക്കും അറിയേണ്ടത് രണ്ട് കാര്യങ്ങളായിരിക്കും. എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ, എങ്ങനെ നമുക്ക് പാർട്ണർഷിപ്പ് ആഡിൽ ബ്രാൻഡുകളുമായിട്ട് കൊളാബ് ചെയ്യാൻ സാധിക്കും? വളരെ വ്യക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഇത് എങ്ങനെയാണ് വർക്ക് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് രീതിയിലാണ് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ് വർക്ക് ആകുന്നത്. ഇതിന്റെ ക്രൈറ്റീരിയ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, 500 ഫോളോവേഴ്സ് ആണെങ്കിലും 5 മില്യൺ ഫോളോവേഴ്സ് ആണെങ്കിലും നമ്മുടെ റീച്ച് ആണ് ഇവർ നോക്കുന്നത്. ചില ക്രിയേറ്റേഴ്സിന് 500 ഫോളോവേഴ്സേ കാണത്തുള്ളൂ, പക്ഷെങ്കിൽ ഇവരുടെ റീച്ച് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും, മില്യൺസ് ഓഫ് വ്യൂസ് ആയിരിക്കും. പക്ഷെങ്കിൽ ചില ആളുകൾക്ക് 5 മില്യൺ അല്ലെങ്കിൽ 10 മില്യൺ ഒക്കെ ആയിട്ടുള്ള ഫോളോവേഴ്സ് കാണും, വ്യൂസ് വളരെ കുറവായിരിക്കും. ഇത്തരത്തിലുള്ള രണ്ടാളുകൾക്ക് നമുക്ക് ബ്രാൻഡുകളുമായിട്ട് പാർട്ണർഷിപ്പ് ആഡിന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ് എങ്ങനെ കിട്ടും, അല്ലെങ്കിൽ ഈ ഒരു കൊളാബറേഷൻ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. പാർട്ണർഷിപ്പ് ആഡ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് മെത്തേഡിലാണ് പോകുന്നത്. രണ്ട് രീതിയിലാണ് ഇത് വർക്ക് ആകുന്നത്. ഫസ്റ്റ് അപ്പോൾ ബ്രാൻഡുകൾ നമ്മുടെ എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന്റെ അക്കൗണ്ട് എൻഗേജ്മെന്റ് കണ്ടതിന് ശേഷം നമ്മളിലേക്ക് ഒരു മെസ്സേജ് ഇടും, അല്ലെങ്കിൽ ഒരു മെയിൽ ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും കമ്പനികളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളോട് പറയുകയും, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ വാട്ടർ കൊളാബറേഷൻ, അതായത് അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് തന്നതിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുകയോ ഇല്ലെങ്കിൽ ബ്രാൻഡുകളുടെ കയ്യിൽ നിന്നും ഒരു എമൗണ്ട്, ഒരു ക്യാഷ് ആയിട്ട് വാങ്ങിയിട്ട് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ഒരു വീഡിയോ റീല് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇത്തരത്തിലുള്ള ബ്രാൻഡുകൾ നമ്മളെ അന്വേഷിച്ച് നമ്മുടെ മെയിൽ ബോക്സിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റീച്ച് നമ്മുടെ അക്കൗണ്ടിൽ കാണണം. രണ്ടാമതായിട്ട് നമുക്ക് പാർട്ണർഷിപ്പ് ആഡ് കിട്ടുവാൻ വേണ്ടി നമ്മൾ, അതായത് ക്രിയേറ്റേഴ്സ്, ബ്രാൻഡുകളെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണം. നമ്മുടെ അക്കൗണ്ടിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, നമുക്ക് ഇത്ര എൻഗേജ്മെന്റ് വീഡിയോസിന് കിട്ടുന്നുണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ബ്രാൻഡുകളിലേക്ക് ഇടുക. അത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ മെയിൽ ത്രൂ അല്ലെങ്കിൽ മെസ്സേജ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യുകയും ആ ഒരു പാർട്ണർഷിപ്പ് ആഡ് നമുക്ക് കിട്ടുവാൻ ചാൻസും വരുന്നുണ്ട്. ഇത്തരത്തില് ബ്രാൻഡുകളെ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രൊഫൈൽ കാറ്റഗറി എന്താണോ അതിന് അനുസൃതമായിട്ടുള്ള ബ്രാൻഡുകളെ മാക്സിമം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ടെക് ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ടെക് പരമായിട്ടുള്ള ബ്രാൻഡുകളെ കൊളാബറേഷന് വേണ്ടി അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആഡിന് വേണ്ടി സമീപിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്തരത്തിലുള്ള പാർട്ണർഷിപ്പ് ആഡ്സ് അല്ലെങ്കിൽ കൊളാബറേഷൻ കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ ടെക് ചെയ്യുന്ന ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനിങ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രസ്സ് കമ്പനികളുമായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പാർട്ണർഷിപ്പ് ആഡ് കിട്ടുവാൻ യാതൊരു സാധ്യതയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എന്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അത്തരത്തിലുള്ള ബ്രാൻഡുകളുമായിട്ട് നിങ്ങൾ കൊളാബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ
പാർട്ണർഷിപ്പ് ആഡ് വഴി നല്ലൊരു വരുമാനം മന്ത്ലി നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇൻസ്റ്റാഗ്രാം പാർട്ണർഷിപ്പ് ആഡ്സ് ഇങ്ങനെയാണ് വർക്ക് ആകുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഉറപ്പായിട്ടും ഞാൻ ആൻസർ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എല്ലാ ആളുകളിലേക്കും, ഫ്രണ്ട്സിലേക്കും, ഫാമിലിയിലേക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കുക. ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റു നല്ല വീഡിയോ കാണുമ്പോൾ നാസിം സൈനിങ് ഓഫ്. താങ്ക് യു.